റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ച ഹംഗറിയിൽ നടക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ട്രംപാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഏതാണ്ടൊക്കെ വിജയമായിരുന്നു. പക്ഷേ അതിന്റെ തുടർച്ച ഇപ്പോൾ ഹംഗറിയിൽ നടക്കുമെന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ ശക്തമായി പുറത്തു വന്നിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ അമേരിക്കൻ റഷ്യൻ സ്റ്റേറ്റ് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ തുടങ്ങാനായി ട്രംപ് ആവശ്യപ്പെട്ടതായും അത് പുടിൻ അംഗീകരിച്ചതായും ഒക്കെ ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ തുടർച്ച ഹംഗറിയിൽ നടക്കുമെന്ന് ഹംഗറിയൻ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുടിൻ ഹംഗറിയിലേക്ക് എത്തുമോ? എന്ത് സുരക്ഷ ആണ് പുടിൻ അവിടെ ഒരുക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ധൈര്യത്താലാണ് പുടിൻ റഷ്യ വിട്ട് ഹംഗറി പോലുള്ള രാജ്യത്തേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു ചോദ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉക്രൈനിൽ യുദ്ധ കുറ്റവാളിയായി ഉക്രൈനിൽ ക്രൂരത നടത്തി യുദ്ധം നടത്തി അവിടുത്തെ രാജ്യാന്തര കുറ്റവാളിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്ളാദിമിർ പുടിനെ അന്താരാഷ്ട്ര കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ പരിധിയിലുള്ള ഹംഗറിയിലെത്തിയാൽ എന്താകും സംഭവിക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുടിൻ ഹംഗറിയിലെത്തുന്നതിനെ യൂറോപ്യൻ യൂണിയൻ സ്വാഗതം ചെയ്തെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ കോടതി ഒരുപാട് തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമപരമായ തടസ്സങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഹംഗേറിയൻ പ്രധാനമന്ത്രി പുടിന്റെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നു. തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. പുടിൻ ഹംഗറിയിലെത്തിയാൽ പിന്നെ പുടിന്റെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഹംഗറിയുടെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ കരാറിലൂടെ ഒരു പുതിയ ലോക സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെങ്കിൽ തങ്ങൾ ചർച്ചയ്ക്ക് എതിര് നിൽക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രസൽസ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഹംഗറിയിൽ നടക്കുകയാണെങ്കിൽ തങ്ങൾ എതിർക്കില്ലെന്ന്. പക്ഷേ യൂണിയന്റെ അതിർത്തികളിലെ സംഘർഷം കഴിഞ്ഞ 3 വർഷമായി തുടരുകയാണ്. ഈ സംഘർഷം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചു കിട്ടാനാണ് യൂറോപ്യൻ യൂണിയനും പല വഴിക്ക് ശ്രമിക്കുന്നത്. പക്ഷെ റഷ്യക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കാരണം ഖത്തറിനെ കൊണ്ട് ഹമാസ് നേതാക്കളെ വിളിച്ചു വരുത്തി സമാധാന ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ഇസ്രായേലി സൈന്യത്തെ കൊണ്ട് മിസൈൽ ആക്രമണം നടത്തി വധിച്ച ട്രംപിന്റെ കാഞ്ഞ ബുദ്ധി പുടിന് വ്യക്തമായി അറിയാം, റഷ്യൻ ഉദ്യോഗസ്ഥർക്കും വ്യക്തമായി അറിയാം. ഇറാന്റെ മേൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് അമേരിക്കൻ ബോംബറുകൾക്ക് കനത്ത നാശനഷ്ടം നടത്താമെങ്കിൽ ഹംഗറി അമേരിക്കൻ ബോംബറുകൾക്ക് വെറും നിസ്സാരമാണെന്നും പുടിൻ അറിയാം. അതാണ് ചരിത്രം. ട്രംപ് ചതിച്ചിരിക്കും. റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ ഭാഗങ്ങൾ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഉക്രൈന് സർവനാശം ഉണ്ടാകുമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായും അതുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്. റഷ്യ മുന്നോട്ട് വെച്ച നിബന്ധന അംഗീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതായാണ് വിവരം. താൻ റഷ്യക്കൊപ്പമാണെന്ന് വരുത്തിയിട്ട് ചതിയിൽ പുടിനെതിരെ ആക്രമണം അഴിച്ചുപിടിക്കാൻ ട്രംപിന്റെ ലക്ഷ്യമെന്ന് പുടിൻ സംശയിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നും പറയാനുമില്ല. ഇനി യൂറോപ്യൻ യൂണിയന്റെ അവസ്ഥ എന്താണ്? യൂറോപ്യൻ യൂണിയൻ തീരുമാനമെടുക്കുന്നതും യൂറോപ്യൻ യൂണിയനിലെ അന്താരാഷ്ട്ര കോടതി തീരുമാനമെടുക്കുന്നതും എല്ലാം ഒന്നാണ്. പക്ഷേ കോടതിക്ക് നിയമമാണ് വലുത്. യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും യുദ്ധസമയത്ത് ഉക്രൈനിയൻ കുട്ടികളെ നിയമവിരുദ്ധമായി നാടുകടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് 2003 തന്നെ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇത്തരത്തിൽ അറസ്റ്റ് വാറണ്ട് നേരിടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ICCക്ക് സ്വന്തമായ സംവിധാനമൊന്നുമില്ല. എന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ അവർക്ക് അധികാരമില്ലെന്നത് വാസ്തവമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ ICCക്ക് തങ്ങളുടെ അംഗരാജ്യങ്ങളുടെ സഹായം ആവശ്യമാണ്. നിലവിൽ അറസ്റ്റ് വാറണ്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും അംഗരാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അത് ഒന്നുകിൽ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിലത്തിറക്കാനോ കഴിയണമെന്നാണ് അംഗരാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹംഗറിയും ഈ അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിലാണ് അംഗരാജ്യമാണ്. തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിന്റെ വ്യോമ മേഖലയിലൂടെ ശത്രുവിന്റെ വിമാനം പറന്നാൽ അറസ്റ്റ് വാറണ്ടുള്ള വ്യക്തിയുമായി ഒരു വിമാനം പറന്നാൽ നിർബന്ധപൂർവ്വം ആ വിമാനം ലാൻഡ് ചെയ്യിക്കാനോ അങ്ങനെ ലാൻഡ് ചെയ്യാൻ അവർ വിസമ്മതിച്ചാൽ അതിനെ വെടിവെച്ചിടാനോ വരെ അധികാരമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് സാങ്കേതിക തടസ്സം ഉണ്ടായില്ല. പക്ഷേ ഇത് ട്രംപും പുടിനും തമ്മിലുള്ള ഇടപാടാണ്. ഒരുപക്ഷെ അത് വ്യക്തിപരമായൊരു ചർച്ച ചെയ്യുന്ന കരുതാം. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ വീണ്ടും ചർച്ച നടത്തുമ്പോൾ അതിനിടയിൽ ഇടങ്കോലിടാൻ മറ്റൊരു രാജ്യവും തയ്യാറാകില്ലെന്നത് മറ്റൊരു വാസ്തവമാണ്. പക്ഷേ ഇടങ്കോലിടാൻ തയ്യാറാകുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ്
ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. ചർച്ചകളിൽ വെളുക്ക ചിരിച്ചു കാണിക്കുകയും പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് ചർച്ചകൾ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, എന്ത് കാരണത്താൽ താൻ ചർച്ച നടത്തും, ഇനി അതുകൊണ്ട് ഒരു കാര്യവുമില്ല, അതിനൊരു കാരണമില്ലെന്നൊക്കെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ തട്ടിവിടും. അത് ട്രംപിന്റെ സ്ഥിരം പരിപാടിയാണ്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായുള്ള നേരത്തെയുള്ള ഒന്നാംഘട്ട ചർച്ചകൾക്ക് ശേഷം ഇരുവരും തമ്മിൽ ഉച്ചകോടിക്കായി സന്ധിക്കുമെന്ന് ട്രംപ് തന്നെ അറിയിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ടിക്ടോക്കിന്റെ കച്ചവടം വരെ ട്രംപ് ഉറപ്പിച്ചു വെച്ചത്, കരാറാകുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ചൈന അമേരിക്കയിലേക്കുള്ള ധാതു കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്കും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്തെ മറ്റേത് രാജ്യങ്ങളിലേക്കും ചൈന തങ്ങളുടെ ധാതുക്കളുടെ ദൗർലഭ്യം കാരണം, അത് ഖനനം ചെയ്യുന്നതിലെ കാലതാമസം കാരണം ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അപ്പോൾ ചൈനയ്ക്ക് ഇരട്ടി താരിഫും അടിച്ചു കൊടുത്തു. ഇനി ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായി കാണാനായിട്ട് ഒരു കാരണവും തന്റെ പക്കൽ ഇല്ല എന്ന് വെളുക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് പുടിനും ഇന്ത്യയും ചൈനയും ഒക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ സംശയിക്കുന്നതും ഏതെങ്കിലും ഒരു തരത്തിൽ താൻ ഹംഗറിയിൽ എത്തിയാൽ റഷ്യൻ ഉദ്യോഗസ്ഥർ കരുതുന്നത് പോലെ റഷ്യൻ പ്രസിഡന്റിനെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ പോലും പല വഴിക്കുണ്ടാകാം. പക്ഷേ ഒരുപക്ഷെ അമേരിക്ക പ്രേരിപ്പിച്ച് മറ്റ് ഏജൻസികൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളാകാം. പക്ഷേ ഒടുവിൽ ട്രംപ് കൈകഴുകും, താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥിരം വേലത്തരങ്ങളാണെന്ന് വ്ളാദിമിർ പുടിനും അറിയാം, റഷ്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അറിയാം. അതുകൊണ്ട് എന്തായാലും ഒരടി അകലം മാറി നിന്ന് മാത്രമേ അവർ ട്രംപിന്റെ ഈ ഉച്ചകോടിയെ വീക്ഷിക്കുകയുള്ളൂ.